നമസ്കാരം, ശ്യാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചെങ്ങന്നൂരുള്ള ഗോകുലിൻ്റെ കിങ്ഡം കെനലിലാണ്. ഇവിടെ നമ്മുടെ മെയിനായിട്ടുള്ള സ്റ്റഡ് സർവീസ്, ബ്രീഡിങ്, ഹോസ്റ്റല്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഗോകുലിൻ്റെ വിശേഷങ്ങളാണ്, ഗോകുലിൻ്റെയും ഗോകുലിൻ്റെ ഡോഗ്സിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഗോകുലെ, നമ്മുടെ ഈ ഒരു കിങ്ഡം എന്ന് പറഞ്ഞ ഈ ഒരു കെന്നൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പം നമ്മൾ ഒരു 7 വർഷം കൊണ്ട് ഈ ഫീൽഡിലുണ്ട്. 7 വർഷം ആവുന്നു. 7 വർഷം കൊണ്ട് നമ്മൾ ഈ ഫീൽഡിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് എന്നാണ് ഈ ഒരു കിങ്ഡം എന്നുള്ള കെന്നൽ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനൊരു ഇത് വന്നത്? കിങ്ഡം കെന്നൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രീഡിംഗ് ഉണ്ടായിരുന്നു. ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ ലാബ്, പിന്നെ ജർമ്മൻ ഷെപ്പേർഡ്, ആ 2 ബ്രീഡിങ്സ് മാത്രമേ നമ്മളുണ്ടായിരുന്നുള്ളൂ. അതെന്ന് വെച്ചാൽ വർഷത്തിൽ 2 ബ്രീഡിങ്സ്, ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് വന്നിരുന്നത്. അധികം ഡോഗ്സ് ഒന്നുമില്ല, ഏകദേശം ഒരു 4 ഡോഗ്സ് അത്രേ ഉള്ളായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് അറിയാം, കിങ്ഡം കെനൽ എന്ന് പറയുമ്പോൾ ഡോഗിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം അറിയാവുന്നൊരു പേരാണ് കിങ്ഡം കെനൽ. പക്ഷേ കിങ്ഡം കെനൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം വരുന്നത് റോഡ് വീലറാണ്. ഇവിടുത്തെ റോഡ് വീലേഴ്സാണ് ഇവിടുത്തെ ഒരു ബ്രാൻഡ്, അല്ലെ ബ്രാൻഡ് അംബാസിഡർ, ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റോഡ് വീലറിൽ നിങ്ങൾ പേരെടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ ആ റോഡ് വീലറിനെ നമ്മുടെ കെനലിൻ്റെ മുഖമുദ്രയായിട്ട് വെക്കാനുള്ളൊരു കാരണം, ആ ഒരു റോഡ് വീലറിൻ്റെ മേഖലയിലോട്ട് നിങ്ങൾ എങ്ങനെയാണ് എത്തിയത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റോട്ടെന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, റോട്ട് ഭയങ്കര ഭീകരനാണ്, അതാണ് ഭയങ്കര അഗ്രസീവ് മൈൻഡാണ് ഡോഗ് എന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പൊതുജനങ്ങൾ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനോടൊരു ക്രേസ് തോന്നി. കാരണം ഇത്രയും ഭീകരനായിട്ടുള്ളൊരു ഡോഗിനെ നമുക്കൊന്ന് വളർത്തണമെന്നൊരു ആഗ്രഹം തോന്നി. ബ്രീഡ് ചെയ്യണമെന്നല്ല, ജസ്റ്റ് ഒന്ന് വളർത്തണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ ഈ ഡോഗിനെ മേടിക്കുകയും അതിനെ വളർത്തുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, വളരെ നമ്മളിപ്പോൾ ഒരു ലാബ് എന്ന് പറയും, നമ്മളിപ്പോൾ ജസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബ് നമ്മളെടുത്ത് ജസ്റ്റ് കൈയിട്ട് ആരെങ്കിലും വന്നൊരു ചോക്ലേറ്റ് കൊടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങും എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു രീതിയാണ് റോട്ടിലും തോന്നിയത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോട്ടിലേ ഒരെണ്ണത്തിൻ്റെ മൈൻഡ് മാത്രമായിരിക്കും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണത്തിനെ കൂടെ വാങ്ങി നോക്കി. പക്ഷേ അതിലും ഈ ഒരു സംഭവം തന്നെ നമ്മൾ അപ്പോഴാണ് പറയുന്നത്, ഈ വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഈ റോട്ട് ഭീകരനാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ബ്രീഡ് വെച്ചാലോ ആലോചന ഉണ്ടായി. നമ്മൾ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചെയ്യും, എന്തായാലും ഒരു സംരംഭം തുടങ്ങുകയാണ്, റോട്ടിൻ്റെ ഒരു ബ്രീഡിങ് തുടങ്ങുക. നമ്മളെ കയ്യിൽ ആദ്യം വന്ന ലാബാണെന്നുണ്ടെങ്കിലും ജർമ്മൻ ഷെപ്പേർഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ടോപ്പ് ലൈനിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള മെയിൽ ആദ്യമായിട്ട് എൻ്റെ വന്നത് മെയിലാണ്. സ്റ്റഡ് സർവീസാണ് ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പോൾ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു മെയിലുണ്ട്, അത് ഇന്ത്യൻ ചാമ്പ്യൻ ഡോഗാണ്. അപ്പോൾ ഫീമെയിലും ആ ഒരു ലൈനിൽ തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ ആ ഒരു ലൈനിൽ തന്നെ ഒരു ചാമ്പ്യൻ ഡോക്ടറിനെ നമ്മൾ എടുക്കുകയും അതിൽ ബ്രീഡ് ചെയ്യിച്ച് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ കഴിഞ്ഞപ്പോൾ നല്ല മൂവിങ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ അത് ചാമ്പ്യൻ ആകണമെന്നുണ്ടെങ്കിൽ ഫുൾ ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോഗ് എന്തായാലും ചാമ്പ്യൻഷിപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ലൈനിൽ തന്നെ ഒരു ചാമ്പ്യൻ്റെ ഡോട്ടർ കൂടെ ആകുമ്പോൾ അതും ഫുൾ ക്വാളിറ്റിയാണ്. പ്യുവർ ബ്രീഡ് തന്നെ നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുമ്പോഴും അത് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു അവർ ആ ഒരു ബ്രീഡിങ്ങിൽ നമുക്ക് തന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രീഡിങ് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ നമ്മളെ ഒരു ഇതിലേക്ക് എത്തിക്കായിരുന്നു. പിന്നെ അവരുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ വീണ്ടും റോട്ടിലേക്ക് തന്നെ തിരിഞ്ഞത്. കാരണം നമ്മുടെ കയ്യിൽ മെയിൽ ഡോഗ്സ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ പിന്നെ അത്യാവശ്യം നല്ല ലൈൻസിൽ തന്നെ കുറച്ച് ഫീമെയിൽസിനെ അതിനെ നമുക്ക് പരിചയപ്പെടുത്താൻ ഞാൻ, അപ്പോൾ നല്ല ലൈൻസിൽ തന്നെ എടുത്തിട്ട് പിന്നെ ഇപ്പോൾ ഏകദേശം എൻ്റെ ഇപ്പോൾ ഒരു 3 മെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു 9 ഫീമെയിൽസോളം ഉണ്ട് ചാമ്പ്യൻ ലൈൻസിൽ തന്നെ. ഗൂഗിൾ, ഇപ്പോൾ നമ്മുടെ കിങ്ഡം കെനലിൽ ഇപ്പോൾ എന്തൊക്കെ സർവീസാണ് നിങ്ങൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്കിവിടെ നിന്ന് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് സ്റ്റഡ് സർവീസാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് എൻക്വയറീസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ അവരുടെ പ്ലേസിൽ, അതായത് അവരുടെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് അവർക്ക് വരാൻ പറ്റുന്ന
എത്ര അടുത്ത് അവർക്ക് വരാൻ പറ്റുന്ന റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഡോഗിനെ ഡെലിവറി ചെയ്യാറുണ്ട്. നമ്മുടെ പപ്പീസിനെ അല്ലേ? പപ്പീസിനെ ഡെലിവറി ചെയ്യാറുണ്ട്. പിന്നെ നമുക്കിവിടെ ബോർഡിംഗ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ലിറ്റർ എടുക്കുക, ലിറ്റർ എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പം പിന്നെ സ്റ്റഡ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഡോഗ് ഹീറ്റിംഗ് ടൈം ഉണ്ടല്ലോ, ആ ടൈമിലെന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് മീറ്റിംഗ് നമ്മളിപ്പോൾ 2 മീറ്റിംഗാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹീറ്റിൽ അതിന് ടൈം അനുസരിച്ച് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബോർഡിങ്ങിൽ 2 ദിവസം ഇടുക. 48 മണിക്കൂർ ശേഷം അടുത്ത ആ ഒരു മീറ്റിംഗ് ടൈമിലേക്ക് ആ സെക്കൻഡ് മീറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് ഡോഗിനെ കൊടുത്തു വിടാറുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ മീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് മീറ്റ് ചെയ്യാനെടുക്കാം. മീറ്റിംഗ് കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് ഇപ്പം ഒരു പ്രാവശ്യം കൊണ്ടുവന്നു, പിന്നെ 48 മണിക്കൂർ കഴിയുമ്പോൾ രണ്ടാമതും കൊണ്ടുവന്നു. ചില സാഹചര്യങ്ങളിൽ അവർക്ക് പറ്റാതായിട്ട് വരും ആ ഒരു ടൈമിൽ കൊണ്ടുവരാൻ. അപ്പോൾ ഈ ടൈം കഴിഞ്ഞ് പോകും. അപ്പോൾ നമ്മുടെ മെയിലിൻ്റെ ആണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും അവരുടെ ഫീമെയിലിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഫീമെയിലിൻ്റെ ഡേറ്റും കഴിയും, നമ്മുടെ മെയിലിൽ ഒരു സ്പെയിം വെറുതെ മിസ്സായി പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ബേസ് വെച്ചിട്ട് നമ്മൾ തന്നെ ഫസ്റ്റ് മീറ്റിങ്ങിൽ നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് മീറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളിവിടുന്ന് ഡോഗിനെ തിരിച്ച് പറഞ്ഞു വിടാറുള്ളൂ. അപ്പോൾ നമുക്ക് അതിനകത്ത് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ബോർഡിംഗ് ഫീസ് മേടിക്കുന്നില്ല. മീറ്റിങ്ങിന് വരുന്ന ഡോഗ്സിനും ബോർഡിംഗ് ഫീസ് മേടിക്കുന്നില്ല. 2 ദിവസം നമ്മൾ തന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പം നമുക്ക് നിലവിൽ എത്ര 3 മെയിലല്ലേ ഉള്ളത്? നമുക്ക് റോട്ടിൽ 3 മെയിലുണ്ട്. അതുപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡ് 1, പിന്നെ ഗൂഗിൾ. ഇപ്പം നമ്മുടെ കെന്നലിലുള്ള റോഡ് വീലേഴ്സിനെ കൊണ്ട് സ്റ്റഡ് സർവീസ് ചെയ്യുമ്പം ഓരോ സ്റ്റഡ് സർവീസിന് എത്ര സർവീസ് ചാർജ് വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത്? ഇതിപ്പോൾ നമ്മുടെ ലാബാണെന്നുണ്ടെങ്കിൽ 3 രൂപ ഒരു പപ്പി, 3 രൂപ പപ്പി 6 രൂപയിലാണ് നമ്മൾ ലാബിന് ചെയ്യുന്നത്. ക്യാഷ് മീറ്റ് ആണെന്നുണ്ടെങ്കിൽ 10 രൂപ. അത് കാരണം സർട്ടിഫൈഡ് മെയിലാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് മെയിലാണ്. ഇമ്പോർട്ട് ലൈനേജിലാണ് അവൻ വരുന്നത്. അവരുടെ ഫാദറും ഇമ്പോർട്ട്, മദറും ഇമ്പോർട്ട് ലൈനേജിലാണ് അവൻ്റെ മദറും വരുന്നത്. റോട്ടിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ക്യാഷ് മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ 10 രൂപ വരുന്നുള്ളൂ. അതല്ല പപ്പി കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ 5 രൂപ ഒരു പപ്പിയും വരുന്നുണ്ട്. നമുക്ക് ഈ റോട്ടിൻ്റെ 3 മെയിലിനും ഈ ഒരു ചാർജ് മാത്രമേ ഉള്ളൂ? 3 മെയിലിനും നമ്മൾ ഈ ഒരു ചാർജ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. ഇപ്പോൾ ഗൂഗിൾ ഇപ്പം സാധാരണക്കാരന് എന്താ പറയുന്നത്, ഒരു റോഡ് വീലറിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇപ്പോൾ എങ്ങനെ നല്ലൊരു പപ്പി അല്ലാണ്ട് നല്ലൊരു റോഡ് വീലർ, അഡർട്ടായാലും പപ്പി ആയാലും എങ്ങനെ നല്ലൊരു റോഡ് വീലറിനെ തിരഞ്ഞെടുക്കാം? ഇതിനകത്ത് തന്നെ കുറേ ടൈപ്പ് ഉണ്ടല്ലോ, പഞ്ച് ഫേസ് അല്ല ആപ്പിൾ ഹെഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ നല്ലൊരു റോഡ് വീലറിനെ സെലക്ട് ചെയ്യാം? അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് എങ്ങനെ ഒരു നല്ലൊരു റോഡ് വീലറിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും? അതിപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡോഗിനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പപ്പിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് KCA സർട്ടിഫിക്കറ്റുള്ള പപ്പിനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫാദറിൻ്റെ ലൈൻ, അതിൻ്റെ മദറിൻ്റെ ലൈൻ, ഈ 2 ലൈൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പപ്പീൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ, അതായത് ഈ പപ്പി ഏത് രീതിയിൽ കയറി വരും അല്ലെന്നുണ്ടെങ്കിൽ ഏത് ലെവലിൽ പപ്പി കയറി വരും എന്നുള്ളത് നമുക്ക് ആ ഒരു ലൈൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പീൻ്റെ ഹെഡ് ഷേപ്പ്, അതായത് ആപ്പിൾ ഹെഡ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആപ്പിൾ ഹെഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ഹെഡ് എന്നല്ല, അതിന് ചെറിയൊരു പോയിൻ്റ് കണക്കാണ്. ആ ഒരു ഹെഡിൻ്റെ ആ ഒരു പോയിൻ്റ് കണക്കുണ്ട്. ആ ഒരു കണക്കനുസരിച്ചിട്ടാണ് ആ ഒരു ഹെഡ് ഷേപ്പ് വരുന്നത്. ആ ഹെഡ് ഷേപ്പ് വരുമ്പോൾ ഒരു ആപ്പിൾ മാതിരി ഇരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, അല്ല ആപ്പിൾ ഹെഡ് എന്ന് പറയാൻ നമുക്കൊന്നുമില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് മാർക്കിങ്, അതിൻ്റെ ആ ചെസ്റ്റിൽ വരുന്നതും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ വരുന്നതും അങ്ങനെ കുറച്ച് മാർക്കിങ് കാര്യങ്ങളുണ്ട്. പിന്നെ ടീത്ത്, പല്ല്, പിന്നെ കണ്ണെന്ന് പറയുമ്പോൾ കറക്റ്റ് റൗണ്ട് ഫേസിൽ നല്ല തിളക്കമുള്ള കണ്ണുകളായിരിക്കും. പിന്നെ നാക്കെന്ന് പറയുമ്പോൾ നല്ല പിങ്ക് കളറിൽ നല്ല ചുമപ്പ് കളറിലുള്ള നാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയെടുക്കും. പിന്നെ ബോൺ സൈസാണ് നോക്കുന്നത്, ബോൺ സൈസ്. പിന്നെ നല്ല രീതിയിൽ പപ്പി നല്ലതുപോലെ കയറി വരും എന്നുള്ളതിൽ ഫുഡ് എടുക്കുന്നതിലും അതിൻ്റെ ആക്റ്റീവ്നെസ്സിലും. ഒരു പപ്പിനെ എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ഫുഡ് അവിടെ വെച്ച് തന്നെ നോക്കിയിട്ട് അവരെന്താണ് കൊടുക്കുന്നത്, അത് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇപ്പം നമ്മൾ പലയിടത്തും പോകുമ്പോൾ അവർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം വേറെ പപ്പിനെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ വേറൊരാളെ സജസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് പപ്പിനെ എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന ഫുഡ് റോയൽ കെന്നാണെന്ന് പറയും. ശരി, സമ്മതിച്ചു, റോയൽ കെന്ന അവിടെ വെച്ച് തന്നെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്നത് അത് കഴിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കി, അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി ഓടിച്ച് നോക്കി നടക്കുന്നുണ്ടോ, ആക്റ്റീവ് ആണോ എന്ന് നോക്കി എന്നൊക്കെ നോക്കി. അതിൻ്റെ ബോൺ സൈസ്, അതിൻ്റെ സൈസ് എങ്ങനെയുണ്ട്, അത് കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, എത്ര ദിവസമായി, ഇപ്പോൾ അത് മദർ മിൽക്ക് കൊടുക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട്. കാരണം എന്ന് വെച്ചാൽ മദറിൻ്റെ മിൽക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡോഗിന് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഡോഗിൻ്റെ ശരീരത്തിൽ അതിന് വേണ്ട ഇമ്മ്യൂണിറ്റി പവർ അത് ഏകദേശം ഒരു 45 ദിവസം, നമ്മൾ ഫസ്റ്റ് വാക്സിനേഷൻ എന്ന് പറയുന്നത് 45 ദിവസമാണ്. ആ 45 ദിവസം വരെ ആ ഡോഗിന് നമുക്ക് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവറാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അത് കൂടുതലും അതിൻ്റെ മദറിൻ്റെ മിൽക്കിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് ആ മദറിൻ്റെ മിൽക്ക് കുടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും നോക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഒരു പപ്പിനെ എടുക്കുമ്പോൾ.
ഇവനെന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ ഡോഗാണ്, നമ്മുടെ കെനലിലെ ചാമ്പ്യൻ ഡോഗാണ് ഇവൻ. ഇവൻ്റെ പേര് കെയിൻ എന്നാണ്, കെയിൻ ഓഫ് കെൻസൂട്ട് എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. ഇവൻ നമ്മുടെ വിജയ് ശ്രാമിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്. പിന്നെന്ന് പറയുമ്പം ഇവൻ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഏകദേശം ഒരു 1.5-2 വർഷത്തോളം ആവും. നമ്മുടെ കെനലിലെ ഫസ്റ്റ് ഡോഗ് ഇവനാണോ? ഫസ്റ്റ് ഡോഗ് ഇവനാണ്. ഇവനാണ് നമ്മൾ ഫസ്റ്റ് റോഡ് വീലറിൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന സ്റ്റഡ് ഡോഗ് ഇവനാണ്. ഇവനിപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളം ആയി. നല്ല ഡോഗാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആസ്റ്റൺ ലൈനിൽ വരുന്നതാണ്. ഇവൻ്റെ ഫാദർ ദുരൻസ് ബോൾട്ട് എന്ന് പറയും. ഇവൻ്റെ ഗ്രാൻഡ് മദർ ഇന്ത്യൻ ചാമ്പ്യൻ ഡോഗാണ്. ഇവൻ്റെ മദറും അതുപോലെ തന്നെ ഒരു ചാമ്പ്യൻ ഡോഗാണ്. ഇവൻ്റെ ലൈൻസിൽ ചാമ്പ്യൻസ് മാത്രമാണ് കൂടുതലും ആടായിരിക്കുന്നത്. പിന്നെന്ന് പറയുമ്പോൾ നല്ല ഡോഗാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞതിൻ്റെ അങ്ങ് 2018 തൃശ്ശൂർ സ്പെഷ്യാലിറ്റിയൊക്കെ ഇറങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഷോ സീസണിൽ, അതായത് തിരുവനന്തപുരമല്ല കൊടൈക്കനാൽ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ തൃശ്ശൂർ സ്പെഷ്യാലിറ്റി വരെ കെയിൻ എന്തായാലും ഷോ റിങ്സിൽ ഉണ്ടായിരിക്കും. ഇവനാണ് നമ്മുടെ കെനലിലെ റാംബോ. ഇവൻ എന്ന് പറയുമ്പോൾ ഇവൻ ലൈൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഗ്രാൻഡ് ചാമ്പ്യൻ ജിസ്മോട്ടോമിറ്റോണിൻ്റെ ലൈനിലാണ് ഇവൻ വരുന്നത്. നമ്മുടെ കയ്യിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവ് മൈൻഡാണ് ഇവൻ്റേത്. പ്രൊഡ്യൂസിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല കിടിലം പ്രൊഡ്യൂസിങ് തന്നെയാണ് ഇവൻ്റേത്. ഇവൻ്റെ പപ്പീസ് ഏകദേശം നമ്മളിവിടെ വിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു 25 ആ റേഞ്ചിലാണ് നമ്മൾ ഇവൻ്റെ പപ്പീസിനെ വിൽക്കുന്നത്. ആൾ യങ്ങാണ്. ആളിപ്പോൾ ഏകദേശം ഒരു 2-2.5 വയസ്സ് ആ ഒരു ടൈം ആവുന്നേ ഉള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവ് വാച്ച് ഡോഗായിട്ട് മേടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഡോഗ്സ് ഏറ്റവും പക്കയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവ് മൈൻഡ് ഉണ്ട്, അതുപോലെ തന്നെ പക്ക വാച്ച് ഡോഗായിട്ട് യൂസ് ആവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർബിയൻ ലൈനിലാണ് വരുന്നത്, ടിമിറ്റോർ ലൈനിലാണ് ഇവൻ വരുന്നത്. അപ്പോൾ ആ ഒരു ഇവൻ്റെ മദർ സൈഡ് എന്ന് പറയുമ്പോൾ വിനോ ഫ്രോഗ് ഫെയർ എന്ന് പറയും. അതൊരു ഇന്ത്യൻ ചാമ്പ്യൻ ഡോഗ് തന്നെയാണ്. നല്ല കിടിലൻ ലൈനിലാണ് ഇവൻ്റെ ആ ഒരു ബ്രീഡിങ് വന്നിരിക്കുന്നത്. നമ്മുടെ ബാബുചാരനാണ്, KT ബാബുചാരനാണ് ഇവൻ്റെ ബ്രീഡിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കെനലിലെത്തിയിട്ട് എത്ര ആളെ ഇവനിപ്പം വന്നിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളം ആവുന്നു. 1.5 വർഷത്തോളം ആവുന്നു ഇവൻ വന്നിട്ട്. അപ്പോൾ നമ്മുടെ കെനലിൽ വന്ന് കുറച്ച് ചെറിയൊരു കുസൃതി, അതായത് അഗ്രസീവ് മൈൻഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ആ പ്രായത്തിന് അനുസരിച്ചായിട്ടുള്ള ഒരു ചെറിയൊരു കുസൃതി ഇവന് ഉണ്ട്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവൻ നല്ലൊരു ഡോഗാണ്. നല്ലൊരു സ്റ്റഡ് പർപ്പസിനാണെന്നുണ്ടെങ്കിലും വാച്ച് പർപ്പസിനാണെന്നുണ്ടെങ്കിലും റാംബോ നമ്മുടെ കെനലിലെ ഏറ്റവും ടോപ്പ്, അതായത് കെയിനോടൊപ്പം നിൽക്കുന്നൊരു ഡോഗ്. അതായത് കെയിൻ ഇന്ത്യൻ ചാമ്പ്യൻ ഡോഗാണ്. അവരോടൊപ്പം നിൽക്കുന്നൊരു ഡോഗ് തന്നെയാണ് റാംബോയ്. ഇവിടെന്ന് പറയുമ്പോൾ നമ്മുടെ കിങ് കലമാൻ്റെ കുട്ടിയാണ്. പഴയ ലൈനാണ്, കുറച്ച് ഓൾഡ് ലൈനിലാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം പ്രൊഡ്യൂസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം പ്രൊഡ്യൂസിങ് ആണ്. നമ്മുടെ കരീമുമായിട്ട് ഞാൻ ബ്രീഡിങ് എടുത്തായിരുന്നു. ആ ബ്രീഡിങ്ങിൽ നല്ല കിടിലം പപ്പീസാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് മാവേലിക്കരയിൽ നമ്മുടെ ഹെവൻലി ഹിൽസ് എന്ന് പറയുന്ന ചാനലിൽ പ്രദീപേട്ടനായിരുന്നു ഇവളെ ആദ്യമായിട്ട് എടുക്കുന്നത്. പ്രദീപേട്ടൻ നിന്നാണ് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് ഇവളെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരുന്നത്. നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പിക്ക് ഇറങ്ങിലാണെന്നുണ്ടെങ്കിലും പ്രൊഡ്യൂസിങ്ങിലാണെന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ലാത്ത ടൈപ്പ് പ്രൊഡ്യൂസിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ്. ഇപ്പം നമ്മുടെ പക്ക മലയാളം ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കാള മെയിൽസ് കാള ഫീമെയിൽസ് എന്നൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രൊഡ്യൂസിങ് ആണ് ഇവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പിന്നെ ആൾ കുറച്ച് ടെമ്പറാണ്. ടെമ്പർ എന്ന് വെച്ചാൽ കിങ്ങിൻ്റെ ലൈൻസിൽ, അതല്ല കരീമിൻ്റെ ലൈൻസിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടെമ്പർ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. ആ ഒരു രീതിയിൽ കുറച്ച് ടെമ്പറാണ് ആൾ. പക്ഷേ എന്ന് വെച്ചാൽ പപ്പിക്കിറങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ലിറ്ററിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടിയാണ്. നമുക്ക് പക്കയായിട്ട് കുട്ടികളെ നോക്കും, പക്കയായിട്ട് ഡെലിവറി ചെയ്യും. ഡെലിവറി ചെയ്യുന്ന കുട്ടികൾ, പ്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ഹ്യൂജ് മെയിൽസും അല്ലെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ഫീമെയിൽസും ആയിരിക്കും. ആ കാര്യത്തിൽ നമുക്ക് യാതൊരു കാര്യമില്ല, പക്കയായിരിക്കും. അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു ഫീമെയിലാണ് ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവർക്ക് ഏകദേശം ഒരു 3-3.5 വയസ്സോളം പ്രായമുണ്ട്. ഇവളെ നമുക്ക് കൊടുക്കാൻ കൈമാറാൻ താല്പര്യമില്ല. നമ്മുടെ ചാനലിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു പേരുണ്ടാക്കി തരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ പേര് വന്ന ആ ഒരു മെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഫീമെയിൽസും കുറച്ച് മെയിൽസുമാണ് ഇവരെല്ലാം. ഇവനെന്ന് പറയുമ്പം എൻ്റെ പുതിയ ലാബ് മെയിലാണ്. ഇവൻ്റെ പേരെന്ന് പറയുമ്പോൾ രാവൺ എന്ന് പറയും. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് 9 മാസത്തിലാണ് ഞാനിതിനെ എടുക്കുന്നത്. ഇതിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാനിട്ട പേരാണ് രാവൺ എന്ന്. ഇവനെന്ന് പറയുമ്പോൾ ഇവൻ്റെ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഫാദർ വന്നിട്ട് ഇമ്പോർട്ട് ചാമ്പ്യനാണ്. ഇവൻ്റെ മദറും ഇമ്പോർട്ട് ലൈനേജിൽ തന്നെ വരുന്നതാണ്. ഇമ്പോർട്ടാണ് ഇവൻ്റെ മദറും. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു 9 മാസത്തിലാണ് നമ്മളിവിടെ ഇവനെ എടുക്കുന്നത്. സെമികളുടെ രീതിയിലാണ് എടുക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ ഏകദേശം ഒരു 8 മീറ്റിങ്ങോളം ചെയ്തു. 8 മീറ്റിങ്ങിലും പക്ക റിസൾട്ടാണ്. 13 പപ്പീസ് വരെ വീഴുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല പ്രൊഡ്യൂസിങ് ആണ് ഇവൻ്റേതും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് കളറ് ഇവൻ്റെ ഒരു പ്യുവർ വൈറ്റ് ആ ഒരു രീതിയിൽ കളർ വരുന്നത് കൊണ്ട്, അതായത് ഓഫ് വൈറ്റാണ് ഡോഗ്, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഷെയ്ഡാണ് കൂടുതൽ. അപ്പോൾ ഇവൻ്റെ പ്രൊഡ്യൂസിങ്ങിൽ പ്യുവർ വൈറ്റ് പപ്പീസൊക്കെ വീഴുന്നുണ്ട്. ഇത് നമ്മുടെ റാവണിൻ്റെ പപ്പീസാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 17 ദിവസം പ്രായമായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സർട്ടിഫൈഡ് പപ്പീസ് തന്നെയാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 15, ഇത് മെയിലാണ്, ഇത് ഫീമെയിലാണ്. ഒരു 15 രൂപ പ്രൈസിലാണ് നമ്മളിത് കൊടുക്കുന്നത്. സർട്ടിഫൈഡാണ്, 15 രൂപ പ്രൈസിലാണ് കൊടുക്കുന്നത്. ഏകദേശം ഒരു 35 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ ആഡ് പോസ്റ്റ് ഇടും. ഫേസ്ബുക്കിൽ നമുക്ക് കിങ്ഡം കനൽ എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. പേജിലാണ് നമ്മളിതിൻ്റെ ആഡ് ഇടാറുള്ളത്. അപ്പോൾ ആഡിട്ട് കഴിഞ്ഞാൽ ഏകദേശം 35 ദിവസത്തിലാണ് നമ്മൾ ആഡിടുന്നത്. ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തൊട്ട് നമ്മൾ സെയിലിംഗ് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ കിങ്ഡം കനലിലെ വിശേഷങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡ് സർവീസ്, റോഡ് വീലറിൻ്റെ, ജർമ്മൻ ഷെപ്പേഡിൻ്റെ, അതുപോലെ ലാബിൻ്റെ എന്തെങ്കിലും സ്റ്റഡ് സർവീസുമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിളിലെ കനലിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നല്ല അടിപൊളി പപ്പീസ് നിങ്ങൾ കണ്ടു വീഡിയോയിൽ തന്നെ ഏതൊക്കെ ലൈൻസിലുള്ള പപ്പീസ് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഡോഗ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും പപ്പീസിനെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും ബോർഡിംഗ് ആയാലും എന്തായാലും നമുക്ക് ഗൂഗിളിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഗൂഗിളിൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.